ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പ്രവാസി സഞ്ചാരിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് അൽ ഖവാനിജിലാണ്. അൽ ഖവാനിജ് ഖുർആനി പാർക്കിങ്ങിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഖവാനിജ് വാക്കിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവർ ഇറാഖി കസ്റ്റമേഴ്സ് ആയിരുന്നു. അവർ നേരെ ഇപ്പോൾ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അവർ ഇറങ്ങിയത് കുറച്ച് നേരത്തെ 2:30 ഇറങ്ങി 4 മണിക്ക് നമ്മുടെ ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആക്കുകയുള്ളൂ. അപ്പോൾ അവർക്കൊരു സാധനം മേടിക്കാണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവർ ഖവാനിജ് വാക്കിലേക്ക് എനിക്ക് ലൊക്കേഷൻ തരുന്നത്. അങ്ങനെ ഞാനിവിടെ എത്തിയപ്പോൾ നമ്മുടെ ഖുർആൻ പാർക്ക് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ ലാസ്റ്റ് എക്സിറ്റും ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഖവാനിജ് വാക്കിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഓ, ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ്. കുറഞ്ഞ സ്ഥലമുള്ളെങ്കിലും നമുക്ക് ഈവനിങ്ങിലൊക്കെ വന്നിട്ട് നമുക്ക് കുട്ടികളോടൊപ്പമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ അടിപൊളി പിക്ചർ എടുക്കാൻ പറ്റിയ ഈ ക്ലൈമറ്റിൽ നമ്മുടെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ്. എന്തായാലും നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അവിടെ നമ്മുടെ പ്രോമിസ് ബ്രിഡ്ജ് ഉണ്ട്. എവിടുന്നോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചൊരു പ്രോമിസ് ബ്രിഡ്ജാണ്. നല്ല പഴക്കമുണ്ടത്. അപ്പോൾ അതുണ്ട്. അതേപോലെ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങളൊക്കെ ഇവിടെ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കുക. നമുക്ക് ആ ലൊക്കേഷൻ ഒന്ന് പെട്ടെന്ന് കണ്ടുവരാം. താങ്ക് യു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് പരിചയപ്പെടാം. എൻ്റെ പേര് ഷാജി. നമ്മുടെ ചാനൽ പ്രവാസി സഞ്ചാരി. ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. ദുബായിൽ ടൂറിസം കമ്പനിയിലാണ്. നമ്മുടെ ഏത് ടൈപ്പ് ടൂറിസം എൻക്വയറി നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും ട്രാൻസ്പോർട്ടായിട്ട്. അപ്പോൾ ഒരുപാട് വെഹിക്കിൾസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാ പേജുണ്ട് പ്രവാസി സഞ്ചാരി, അതേപോലെ ടിക്ടോക്ക് പേജുണ്ട് പ്രവാസി സഞ്ചാരി, ഫേസ്ബുക്ക് പേജുണ്ട് പ്രവാസി സഞ്ചാരി. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് എൻക്വയറി ഉണ്ടെങ്കിലും നമ്മളടുത്തായിട്ട് ബന്ധപ്പെടാം. അതേപോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് ഉഷാറാക്കി തരിക. അടിപൊളിയാണ്. നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ആ ബാക്ക്ഗ്രൗണ്ട് തന്നെ മാറുന്നുണ്ടോ, അത് അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ലൊരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ആംബിയൻസിലാണ് ഇവിടെ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കൂ, വാ, ബ്യൂട്ടിഫുള്ളാണ്. ഇത് ഡയറക്റ്റ് കാണുമ്പോൾ ഇതിലും ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നമുക്കിപ്പോൾ ക്യാമറയിലൂടെ കാണുന്നതിനേക്കാൾ ബ്യൂട്ടിഫുള്ളാണ് നമുക്ക് ഇവിടെ നേരിട്ട് വരുമ്പോൾ ഉള്ളത്. അതുപോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്തതാണ്. അതാണ് ദുബായിനെ സമ്മതിക്കണമെന്ന്. ഇതൊന്നും വേറൊരാൾക്കും ചെയ്യാൻ പറ്റുന്നില്ല. അത് അത്രയും ചെയ്യാൻ തോന്നുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അവിടെ ചെറിയൊരു പൊടി ആ വെള്ളത്തിൽ വീണു. അപ്പോൾക്ക് അതിൻ്റെ ആൾ വന്നു, ആ പൊടി കോരിയെടുത്തിട്ട് പോയി. അപ്പോൾ ഒരു പൊടി പോലും നമുക്ക് ഈ വെള്ളത്തിൽ കാണില്ല. എന്തായാലും ഇതാ നോക്കൂ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫോട്ടോ സെക്ഷൻ ഏരിയ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഫ്ലെമിംഗോ, നല്ല 2 ഫ്ലെമിംഗോ ഉണ്ട്, അരയന്നുണ്ട്. അതേപോലെ ഖവാനിജ് വാക്കിൻ്റെ ഷോറൂം ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ളൊരു ഫോട്ടോ ഫ്രെയിം എന്ന് പറയുന്ന ഭയങ്കര, അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും, രാവിലെ ആകുമ്പോൾ അങ്ങോട്ടായിരിക്കും, വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടായിരിക്കും. ഫ്ലവേഴ്സൊക്കെ കുറച്ച് കുറവുണ്ട്. ഇപ്പോൾ തണുപ്പ് കാലമായതുകൊണ്ട് ഈ ബോഗൻവില്ല ഉണ്ടാവില്ല. ഇത് കുറച്ചൊരു ചൂടുണ്ടെങ്കിൽ ബോഗൻവില്ലിൻ്റെ ഫ്ലവർ കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ഫ്രീ എൻട്രി ആണ്. നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ അടിപൊളി സ്പെന്നീസ് ഉണ്ട്. മറ്റ് ബ്രാൻഡഡ് ഷോപ്സ് ഉണ്ട്. വളരെയധികം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ബ്രാൻഡ് റെസ്റ്റോറൻറ്റ്സ്. അപ്പോൾ അടിപൊളി, സൂപ്പറാണ്. സൂപ്പർ ആംബിയൻസ്, നല്ല പാർക്കിംഗ് ഏരിയ, എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസും എൻജോയ്, നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഫാമിലി ഏരിയയും കൂടിയാണ്. നമുക്ക് അധികം ആരും ഇവിടെ സ്പെൻഡ് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൂടുതൽ ഇവിടുത്തെ ഏരിയയിലുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ വന്ന് ഒരു ഈവനിങ് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാവിധ സംഗതി ഇവിടെ ഉണ്ട്. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇതിൻ്റെ പേര് ഗൂഗിളിൽ വരുന്നത് ഖവാനിജ് വാക്ക് എന്നാണ്. അപ്പോൾ നോക്കൂ ഗൈസ്, ഇതിൽ ഇഷ്ടം പോലെ ഫിഷ് ഉണ്ട്. നല്ലൊരു തടാകം. നമ്മുടെ ബാക്കിൽ ഇപ്പോൾ നമുക്ക് പ്രോമിസ് ബ്രിഡ്ജ് കാണാം. ഒന്ന് അവിടെയുണ്ട്, അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വേറെ ഉണ്ട്. അപ്പോൾ അതിൽ ലോക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കുണ്ട്. നമ്മളിപ്പോൾ ലാസ്റ്റ് ടൈം ജോർജിയ പോയപ്പോൾ അവിടെയൊക്കെ ഉള്ള ആ ബ്രിഡ്ജിൻ്റെ ആ ഒരു ഓർമ്മയാണ് ഇവിടെ വരുന്നത്. അതേപോലെ ലങ്കാവിയിലുണ്ട്. ലങ്കാവിയിലൊക്കെ പുതിയത് സ്റ്റാർട്ട് ചെയ്തതാണ്. ജോർജിയയിലൊക്കെ ഒരുപാടായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരുപാടായിട്ടുള്ള ഒരു സംഗതി ഒരു സ്ഥലത്ത് നിന്നിട്ട് ഈ ലോക്സൊക്കെ കൊണ്ടുവന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ട്.
ഗൈസ്, നമ്മുടെ ലൊക്കേഷൻ പൊളിയല്ലേ, അടിപൊളി ലൊക്കേഷനാണ്. യൂറോപ്യൻ ടച്ചാണ് ഇവിടുത്തെ ആംബിയൻസിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ലൊക്കേഷനൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വരിക, കാണുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ചെറിയ വീഡിയോ, ഇങ്ങനത്തെ ചെറിയ വീഡിയോ, നമ്മൾ പോകുന്ന ചില സ്ഥലങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെറിയ സ്ഥലങ്ങൾ നമ്മൾ ചെറിയൊരു എപ്പിസോഡായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.